Hi guys, I'm Parvati, student of Far Eastern Federal University. എന്റെ മുന്നത്തെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൗ മൈ കൺസൾട്ടൻസി ആൻഡ് മൈ കൺസൾട്ടന്റ് ഹെൽപ്പ് മീ ടു റീച്ച് ഫെഫു എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ ഫെഫുവിനെ പറ്റി അറിയുന്നത് എന്റെ ഒരു സീനിയർ വഴിയാണ്. എന്റെ സീനിയർ തന്നെയാണ് ഇവിടെ മീൻസ് എന്റെ സ്കൂളിലെ സീനിയർ ആയിരുന്നു, ഇവിടെ നിന്നും സീനിയർ ആയിരുന്നു, ഇപ്പൊ പാസ് ഔട്ട് ആയി. അപ്പോൾ ആ സീനിയർ വഴിയാണ് ഞാൻ ഫെഫുവിനെ പറ്റി അറിയുന്നത്. അപ്പൊ തന്നെ എനിക്ക് ആ ചേട്ടൻ തന്നെയാണ് എനിക്ക് എജുവേൾഡിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും തരുന്നത്. ഞാൻ അങ്ങനെ എജുവേൾഡിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ എന്നെ ഫസ്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് സംസാരിക്കുന്നത് സഞ്ജന എന്ന് പറഞ്ഞൊരു ചേച്ചിക്കിട്ടായിരുന്നു. അപ്പൊ ശരിക്കും എനിക്ക് സഞ്ജന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ശരിക്കും എന്റെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു കസിനോട് സംസാരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ ആദ്യം ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു ഡയറക്റ്റ് വന്ന് സംസാരിക്കാം, എറണാകുളത്താണ് ഓഫീസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട് എറണാകുളത്ത് തന്നെയാണ്, അപ്പൊ അധികം ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പോയി എജുവേൾഡിൽ സംസാരിച്ച ഒരു 2 days ഞാൻ എന്റെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തു. അപ്പൊ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 to 2 weeks എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. എൻട്രൻസ് എക്സാം ക്ലിയർ ആയി കഴിഞ്ഞു. ഒരു ലെസ് ദാൻ എ മന്തിൽ എന്റെ അഡ്മിഷൻ ലെറ്റർ വന്നു. പിന്നെ ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും പെട്ടെന്ന് തീർന്നു. ലൈക്ക് എനിക്ക് ഒന്നിനും ഒരു രീതിയിലും ഇപ്പൊ എനിക്കാണെങ്കിലും എന്റെ പാരന്റ്സിനാണെങ്കിലും ടെൻഷനായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാ പ്രൊസീജിയേഴ്സും ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു തന്നത് എജുവേൾഡ് ആയിരുന്നു. ഞങ്ങളെല്ലാം വന്നത് ഡൽഹി ടു മോസ്കോ ടു വ്ലാഡിവോസ്റ്റോക്ക് ആയിരുന്നു. അപ്പൊ എല്ലാം ഞങ്ങളുടെ ഓൺ ദ വേ ഫുൾ എജുവേൾഡിന്റേതായ കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു. പിന്നെ മോസ്കോ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളുടെ ഒരു സീനിയർ ജോയിൻ ചെയ്തു. സീനിയർ വന്നു, ഞങ്ങളെ കോളേജിലാക്കി ദ നെക്സ്റ്റ് ഡേ നമ്മളിപ്പോ ഇവിടെ വന്നു കഴിയുമ്പോ തന്നെ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മള് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എമിഗ്രേഷൻ പേപ്പറിനകത്തുള്ള ഒരു എന്താ പറയാ അറൈവൽ ഡേറ്റും ഇതും മാച്ച് ആവണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെരി നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ രജിസ്ട്രേഷന്റെ പ്രൊസീജിയേഴ്സും ചെയ്തു. അതിനാണെങ്കിലും നമ്മുടെ കൂടെ സീനിയേഴ്സ് ലൈക്ക് എജുവേൾഡിൽ നിന്ന് തന്നെ അവരുടെ തന്നെ സ്റ്റുഡൻസ് വന്നേക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മുടെ സീനിയേഴ്സ് നമ്മളെ എല്ലാ ഓഫീസിലും ഇൻക്ലൂഡിംഗ് വിസ ഓഫീസിൽ, ഇന്റർനാഷണൽ ഓഫീസിൽ, എല്ലാ ഓഫീസിലും പോയി വിസയുടെ പ്രൊസീജിയേഴ്സ് ചെയ്യാനും ഇൻഷുറൻസ് എടുക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. ഈവൻ നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മള് ഗ്രോസറി മേടിക്കാൻ വരെ പോകുന്നത് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടായിരുന്നു. ലൈക്ക് എജുവേൾഡ് അവർ അസൈൻ ചെയ്തിട്ട് അവരാണ് നമ്മള് A to Z കാര്യങ്ങളും അവരെന്നെ നമ്മൾ ചെയ്തു തന്നത്. എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ആണെങ്കിലും നമുക്ക് കോളേജിൽ നിന്ന് തന്നെ അവര് ബസ് അസൈൻ ചെയ്തായിരുന്നു. നമ്മളെ എല്ലാ സ്റ്റുഡൻസിനെയും ഒരു ബസ്സിൽ കൊണ്ടുവന്ന് ഇറക്കി നമ്മുടെ ഓരോ ഡോമെട്രീസിലും കൊണ്ടുപോയി നമ്മുടെ അവിടുത്തെ പ്രൊസീജിയേഴ്സും രജിസ്ട്രേഷനും തീർത്തിട്ടാണ് ഇവര് ഇവിടുന്ന് പോയത്. അപ്പൊ പെട്ടെന്ന് ഒരു കൺട്രിയിൽ എത്തിയിട്ട് നമുക്ക് വീട്ടിലിരിക്കുന്നവരെ അറിയിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രിക്വേറ്റീവ് മെഷർ ആയിട്ട് ലൈക്ക് എജുവേൾഡ് പേരന്റ്സിനെ എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ പാരന്റ്സ് നമ്മൾ എത്തിയോ എന്തായി കാര്യങ്ങൾ എന്നുള്ളതൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോമെട്രീസിന്റെ കാര്യമാണെങ്കിലും എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വന്നപ്പോ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂം അല്ലായിരുന്നു അത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ലൈക്ക് നമ്മുടെ കൂടെ ഉണ്ടായ സീനിയറിന്റെ അടുത്ത് പറഞ്ഞു. ആ സീനിയർ വേഗം ശരത് സാറിനെ വിളിച്ച് പറഞ്ഞിട്ട് ദ സെയിം ഡേ തന്നെ എനിക്ക് വേറെ റൂം മാറ്റി തന്നായിരുന്നു. ശരിക്കും അങ്ങനെ ഇത്രയും വലിയൊരു കോളേജിനകത്ത് അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ശരത് സാറും എല്ലാരും കൂടെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ അതോറിറ്റീസിനെല്ലാം കോണ്ടാക്ട് ചെയ്ത് അവർ പെട്ടെന്ന് തന്നെ എനിക്ക് ആ സെയിം ഡേ ഞാനിവിടെ ലാൻഡ് ചെയ്ത അതേ ഡേ തന്നെ എനിക്ക് ആ റൂം വരെ അവര് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാ വീഡിയോസും കവർ ചെയ്യാനും എല്ലാ ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. താങ്ക് യു. കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്.